സോ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ എന്താ നമ്മുടെ ഓൾ ഇന്ത്യ വേൾഡ് റെക്കോർഡ് എക്സ്പെഡിഷനിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ മയിലാടുംതുറൈ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഇത് നമ്മുടെ 19ാമത്തെ ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഡെൻമാർക്കാരുടെ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ലോകത്തിൽ തന്നെ 2ാമത്തെ ലാർജസ്റ്റ് ഡെൻമാർക്ക് ഫോർട്ട്, അതായത് ഡാനിഷ് ഫോർട്ട് എന്ന് പറയും. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേളാങ്കണ്ണിയിലെ കാഴ്ചകളെല്ലാം കണ്ട് അതെല്ലാവർക്കും ആ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബൈബിളും പ്രിന്റ് ചെയ്തത് ഇവിടെയാണ് കേട്ടോ. അത് 1700-കളിൽ ആ ഒരു പ്രിന്ററും കാര്യങ്ങളും എല്ലാം ഈ ഫോർട്ടിനുള്ളിലുണ്ട്. ഡാനിഷ് കോട്ടയിലേക്ക് പോകുന്ന പാതയാണ് കേട്ടോ ഇത്. നമ്മൾ ഡാനിഷ് കോട്ടയിലേക്ക് പോകുന്ന പാതയാണ്. ഇതാ ഇവിടെ ആ പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ ഇതെന്തോ ഒരു മൈൽ സ്റ്റോൺ പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് 500 മീറ്ററും കൂടെ ഉള്ളൂ നമുക്ക് ഈ ഒരു കോട്ടയിലോട്ട്. ആ സൈഡ് ഇത് കടൽ തീരമാണ്. അപ്പോൾ അറിയാമല്ലോ, കോട്ട എല്ലാം എപ്പോഴും കടൽ തീരത്താണ്. അപ്പം അന്നത്തെ കാലത്തെ ഒരു വ്യവസായത്തിനൊക്കെ വേണ്ടി ഡെൻമാർക്കുകാർ നിർമ്മിച്ച ഒരു ട്രേഡ് സെൻറ്റർ തന്നെ ആയിരുന്നു ഇവിടെ. അങ്ങനെയാണ് ഈ ഒരു ഫോർട്ട് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് കേട്ടോ. 1600 കാലഘട്ടങ്ങളിലാണ്, 16ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഫോർട്ട് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഇപ്പം 400ഓളം വർഷമായി കേട്ടോ. ഇപ്പോഴും സ്റ്റിൽ സ്ട്രോങ് ആയിട്ട് നല്ല കിടിലായിട്ട് നിൽക്കുക. ഇതാണ് ആ കോട്ടയുടെ വാതിൽ കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതാ മേളിലൊരു കിരീടം കണ്ടോ. ഇവിടെ നമുക്ക് ഒരു മെമ്മോറിയൽ കാണാം കേട്ടോ. ഇൻ മെമ്മറേഷൻ ഓഫ് സെന്റിനറി ഓഫ് ട്രാങ്ക്യൂബാർ മിഷൻ 1706 തൊട്ട് 2006 വരെ. ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബീച്ച്, ഇവിടെയാണ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ യാത്ര ഫോർട്ടിലോട്ട് നീങ്ങാം. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂളിനുള്ളിലാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ബൈബിൾ പ്രിൻ്റ് ചെയ്ത പ്രിൻ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ വന്ന ദിവസം അത് അടച്ചിട്ടേക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ചാർജ് മോഡിൻ്റെ ചാർജിങ് സ്റ്റേഷൻ വന്നതാണ് കേട്ടോ. ഇവിടുന്ന് ഇനി പോണ്ടിച്ചേരിയിലോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. കൂടല്ലൂർ കഴിഞ്ഞ് പോണ്ടിച്ചേരി. അപ്പോൾ അവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ വളരെ കുറവാണ്. അപ്പോൾ വലിയ പാടാണ് അവിടെ ചാർജ് ചെയ്യാനൊക്കെ, നമുക്ക് അനുഭവമുള്ളത്. അവിടെ നമ്മൾ ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ഇതൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ആട്ടോ. പക്ഷേ ഇവിടെ ചാർജ് മോഡിൻ്റെ മെഷീനും ഉണ്ട്. വണ്ടി ഇവിടെ ഇടാൻ ഒരു വാക്കില്ല കേട്ടോ. ഇപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. വളരെ ഒരു ഗ്രാമത്തിൽ കൂടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഗേറ്റൊക്കെ ക്ലോസ് ആയി കിടന്നേ കേട്ടോ. നമുക്കൊരു ചാർജിങ് സ്റ്റേഷൻ കിട്ടി. അപ്പോൾ നമ്മളിവിടുന്ന് നമ്മളെ വണ്ടി ചാർജ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് കൂടല്ലൂർ വിടാം. കൂടല്ലൂർ കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ 22ാമത്തെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള കടലൂരാണ് കേട്ടോ. ഇവിടെ റോഡ് സൈഡിൽ നമ്മളൊരു കാഴ്ച കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. വേറൊന്നല്ല, നമ്മുടെ തോട് കപ്പലണ്ടിയില്ലേ, ഇവിടെ ഈ ഒരു ഹൈവേയുടെ സൈഡിൽ ഫുള്ള് മൊത്തം ഈ കപ്പലണ്ടി ആട്ടോ. ഇതുണ്ടോ, ഫുൾ ഉണക്കായിട്ടേക്കും. ഇത് ഫുൾ കപ്പലണ്ടി ആട്ടോ. ഇവിടെ തൊട്ട് അങ്ങ് അറ്റം വരെ കിലോ കണക്കിന് കപ്പലണ്ടി ഉണക്കായിട്ടേക്കും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കടലൂരാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള പോണ്ടിച്ചേരിയിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ യൂണിയൻ ടെറിട്ടറിയിലോട്ട് നമ്മൾ കിടക്കുവാണ്. അപ്പം ഇനി നമ്മൾ ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒന്ന് ലെവലാക്കി നമ്മൾ ഡെയിലി അപ്ഡേറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്റ്റേ നോക്കുന്നുണ്ട്. ലേ എപ്പിക് എന്ന് പറയുന്ന ഒരു ചെറിയൊരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകട്ടെ. സമയം ഇപ്പോൾ ഏകദേശം 12:30 ആയി. നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. ഇവിടെ കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ താമസിച്ചത് അവിടെയാണ് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിരുന്നത്.
ഇവിടെ എല്ലാം കുറേ അധികം കോട്ടേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് വളരെ പഴയ ഒരു റിസോർട്ടാണ് കേട്ടോ. വളരെ പഴയ ഒരു റിസോർട്ടാണ്. ഇത് ആദ്യമായിട്ടൊരു ഫ്രഞ്ച് ലേഡിയുടെ കയ്യിലിരുന്നതാണ്. ഇപ്പം ഒരു തമിഴ് ഇവിടുത്തെ ഒരു MLA-യുടെ ഒരു പ്രോപ്പർട്ടിയാണിത്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പോണ്ടിച്ചേരിയിലുള്ള മിക്ക പ്രോപ്പർട്ടീസിലും പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു സ്ഥലത്താണ് ആൾറെഡി സ്റ്റേ ചെയ്തത്. ഒരു സ്യൂട്ട് റൂമിലായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ബുക്കിങ് കാര്യങ്ങളെല്ലാം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അവിടെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ്. പൂളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ബാച്ചിലേഴ്സൊക്കെ വരുവാണെങ്കിൽ പാർട്ടിയൊക്കെ ആയിട്ട് വൈബ് ചെയ്യാൻ പറ്റിയ കിടില സ്പോട്ടാണ്. ലേ എപ്പിക് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ നമ്മുടെ എയ്തൻ ബീച്ചിൻ്റെ അടുത്താണ്. നമ്മൾ ചെക്കനെ കൊണ്ട് ജസ്റ്റ് നല്ല ചൂടാണ്, വേഗം ഒന്ന് നടന്ന് ഒന്ന് ഫ്രഷായിട്ട് വണ്ടിയിൽ കയറി നമ്മൾ നേരെ പോകാൻ പോകുന്നത് എയ്തൻ ബീച്ചിലോട്ടാണ്. ഇവിടെ നമ്മുടെ തുണിയെല്ലാം ഉണക്കായിട്ടേക്കും കേട്ടോ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വാഷ് ചെയ്തിട്ടേക്കുന്നത്. നമുക്ക് ഇത് തിരിച്ച് വരുമ്പോൾ എടുക്കാം. ഇവിടെ ഒരു കുഞ്ഞി ഗണപതി അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പഴയ പ്രോപ്പർട്ടിയാണ്. ഇത് കണ്ടോ, ക്യൂട്ടായിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു വില്ല ഉണ്ട്. ഇവിടെ ഒരു ഗണപതി ഉണ്ട്. ഞങ്ങൾ ചെക്കൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒറ്റ ഇരിപ്പാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് ഇരിക്കും. ചിലപ്പം ദൈവം വിചാരിച്ചേക്കുന്ന ദൈവത്തിൻ്റെ മൂഷിക വാഹനമാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞൊരു എലിക്കുഞ്ഞിനെ മാതിരി ഉണ്ട് കേട്ടോ. തിരിച്ചായി പ്രോട്ടീൻ പൗഡർ തിന്ന മാതിരിയാണ് ചിലപ്പോൾ അതിൻ്റെ ലുക്ക്. അതുകൊണ്ടായിരിക്കും, തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും. ഇവിടെ ഗണപതിയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് ഇരിക്കും കേട്ടോ. സാധാരണ ഈ ഒരു കല്ലിൽ തന്നെ എപ്പോഴും വരുമ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ബെഞ്ചസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ആദ്യം പോയി നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ ഇടാൻ പോകാം. നമ്മൾ നേരെ റാഡിസൺ ബ്ലൂവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും നമ്മളവിടെ താമസിക്കാൻ പോകുന്നത്. ഒരിക്കലുമല്ല, നമ്മളവിടെ വണ്ടി ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. തൊട്ട് ഇതിൻ്റെ അപ്പുറത്തെ കോമ്പൗണ്ടിലാണ് റാഡിസൺ ബ്ലൂ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി വണ്ടി കുത്തിയിടുന്നു. നേരെ നടന്ന് നമ്മൾ എയ്തൻ ബീച്ചിലോട്ട് പോകുന്നു. പിന്നെ നമ്മൾ തുടച്ച് വണ്ടിക്കകത്താക്കി കേട്ടോ. നമ്മുടെ റൂം കാണണ്ടേ, നമ്മൾ താമസിച്ച റൂം കാണിച്ചതാണ്. 102ാമത്തെ റൂമാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ കുറച്ച് തുണികളും കൂടെ ഇവിടെ ഉണക്കായിട്ടേക്കാണ്. ഇതായത് നമ്മുടെ റൂം. ഇത് അത്യാവശ്യം ഒരു സിംഗിൾ റൂമാണ് കേട്ടോ. 2 പേർക്ക് കിടക്കാം. ക്യൂൻ ബെഡൊക്കെ ഉണ്ട്. പഴയ റൂമാണ് കേട്ടോ. നമുക്ക് റൂമും കാര്യങ്ങളൊന്നും വിഷയമല്ല. നമ്മൾ ഏത് റൂമിലും കിടക്കും. സ്യൂട്ട് റൂമിൽ നമ്മൾ യൂസ് ചെയ്യും, ഇൻഡിവിജ്വലായിട്ടുള്ള റൂം നമ്മൾ യൂസ് ചെയ്യും. ഇത് വാഷ്റൂമാണ്. വലിയ വാഷ്റൂം കേട്ടോ, ഓടിക്കളിക്കാൻ പറ്റുന്ന വാഷ്റൂം. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് ക്ലിയർ ചെയ്ത് നമ്മളെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വെട്ടിട്ടാണ്. ചെക്കൻ താഴോട്ട് പോകാതിരിക്കാൻ നമ്മളിവിടെ ബില്ലൊക്കെ വെച്ച് മതിലൊക്കെ കിട്ടി. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ 102 കേട്ടോ. bedsheet and I washed there, kept already there. No, car only, but I will come back after the beach. I already checked out. I was sitting in the car only. Officially, finally, നമ്മുടെ 23ാമത്തെ ഡിസ്ട്രിക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മളെ യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരെ നമ്മൾ റാഡിസൺ ബ്ലൂവിലോട്ട് പോവാണ് വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോയി ചെക്കൻ ഇവിടെ ഇരിക്കാം കേട്ടോ. ഭയങ്കര ചൂടാണ്. ഓക്കെ, നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ്റെ സ്ലോട്ടിൽ 2 പെട്രോൾ കാർ പാർക്ക് ചെയ്തിട്ടേക്കാം. അവരിപ്പോൾ വണ്ടി എടുക്കുമെന്നാട്ടാ പറഞ്ഞത്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ. എന്തായാലും ചില സമയത്ത് ഇതൊരു പണിയാട്ടോ. എന്തോ ചെയ്യാൻ നോക്കട്ടെ. ഇത്രയും സ്ഥലം പാർക്കിങ് നടക്കുക. ചിലപ്പോൾ ആ സമയത്ത് സ്ഥലം ഉണ്ടാവത്തില്ലായിരിക്കും. പക്ഷെ അവിടെ മാത്രം അവരെ 2 വണ്ടി അവിടെ കൊണ്ടങ്ങ് പാർക്ക് ചെയ്തിട്ടോ. ഇലക്ട്രിക് വണ്ടിയുടെ സ്പോട്ടിൽ ഇതൊരു സീനാണ് കേട്ടോ. നിങ്ങളിപ്പോൾ പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ചാർജിങ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ കൊണ്ട് ദയവ് ചെയ്തിടരുത്. ഉറപ്പായിട്ട് ഒരു വണ്ടി വരും. ഇലക്ട്രിക് കാർ ആരും യൂസ് ചെയ്യുന്നില്ലെന്നൊന്നും വിചാരിക്കില്ല. അവർ ഓരോ ആവശ്യത്തിന് ചിലപ്പോൾ ഓരോ സമയത്ത് ഓരോരുത്തർ ഓടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളവിടെ പാർക്ക് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ആ മെനക്കേട്. നിങ്ങൾ വന്നത് എടുത്ത് മാറ്റിയേ പറ്റൂ. അപ്പോൾ ബ്രോ കൂപ്പിട്ടാ കൂപ്പിട്ടാ ഇവിടെ ഒരു ഫാസ്റ്റ് ചാർജിൻ്റെ എനിക്കൊന്ന് 30 കിലോവാട്ടാന്ന് തോന്നുന്നു ഒരു മെഷീനും. അതുപോലെ അവിടെ ഒരു 7.4 കിലോവാട്ടിൻ്റെ സ്ലോ ചാർജർ. നമുക്ക് വേണമെങ്കിൽ ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്ന് വണ്ടി കുത്തിയിട്ടിട്ട് പോകാമായിരുന്നു. പക്ഷേ നമുക്ക് വണ്ടി ഒറ്റയ്ക്കാക്കി പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സ്ലോ ചാർജറിൽ ഫുൾ ചാർജ് നമുക്ക് 100 ആക്കാമായിരുന്നു രാവിലെ ആകുമ്പോൾ തന്നെ. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി കേട്ടോ. ഇവിടെ ആൾറെഡി 2 ഇലക്ട്രിക് ബഗ്ഗികളൊക്കെ ഉണ്ട്. ഇത് റിസോർട്ടാണല്ലോ, അപ്പോൾ അങ്ങ് വരെ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമേഴ്സ് അല്ലല്ലോ, സോറി, അതെ, ഇവിടെ താമസിക്കാൻ വരുന്നവരെ അവരുടെ റൂമിലേക്കൊക്കെ എത്തിക്കുന്ന വാഹനമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. മിക്ക റിസോർട്ടുകളിലുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഇലക്ട്രിക് ബഗ്ഗികൾ. അതെല്ലാം ഇത് നമ്മുടെ ചാർജിങ് ആൾറെഡി സ്റ്റാർട്ടായി. 40% ചാർജ് കേട്ടോ. നമ്മൾ ആൾറെഡി ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഉച്ചയൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് ഞാൻ 89% ലിമിറ്റാണ്. അപ്പോൾ ചാർജിങ് തീരുമ്പോഴത്തേക്ക് നമുക്ക് ബീച്ചിൽ പോയിട്ട് വേഗം തിരിച്ചു വരാം. ഞങ്ങൾ വീണ്ടും തല തുണിയൊക്കെ ഇട്ട് ഇറങ്ങിയേക്കോട്ടെ. അപ്പോൾ വണ്ടി അവിടെ കിടന്ന് ചാർജ് ആവട്ടെ. ആ ടൈമിൽ നമുക്ക് ബീച്ചൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കേട്ടോ. ഇവിടുന്ന് തൊട്ടടുത്താണ്, ഒരു 300 മീറ്റർ മാക്സിമം വന്നാൽ. ഒരു പുതിയ ഇലക്ട്രിക് ഓട്ടോ കേട്ടോ, നല്ല സ്റ്റൈലിഷ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ കേട്ടോ. ഉഡോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ അങ്ങനെ വണ്ടി. ഇവിടെ ഈ റോഡിന് വീതി കുറവാട്ടോ, ഇവിടെ പാർക്കിംഗ് ഭയങ്കര പാടാണ്. കുറച്ച് വണ്ടികൾ ഇടാനുള്ള സ്ഥലമുള്ള കേട്ടോ. ഇവിടെ ഇപ്പോൾ അതാ റോഡ് പണിയൊക്കെ നടക്കുമെന്ന് തോന്നി. റോഡ് പണിയാണോ വീട് പണിയാണോ എന്തോ പരിപാടിയൊക്കെ നടക്കും. നമ്മൾ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ, അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഇതാണ് ഈ ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ 2 കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അതിൽ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ബാക്കി നമ്മൾ സാധാ ബീച്ചുകളിൽ കാണുന്ന പോലത്തെ ലോക്കൽ വെൻഡേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കച്ചവടക്കാരൊന്നും ഇല്ല. ഉണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്തു. വീണ്ടും അവരെ ക്രൈറ്റീരിയ അവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സാൻഡൊക്കെ കണ്ടോ, വളരെ ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് സാൻഡ് കേട്ടോ. ഫുൾ ക്ലീൻ ആൻഡ് ക്ലിയർ. അതോ അവിടെ വലത്തെ സൈഡിൽ ലൈഫ് ഗാർഡ് ഉണ്ട്, ആക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇവിടെ. അതിൽ 800 മീറ്ററോളം സ്വിമ്മിങ് സോണൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. ഇതാ ഗാർഡ് ഉള്ളിൽ നിന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ഓലപ്പരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇവിടുത്തെ മണ്ണ് കണ്ടോ, ഫുള്ള് ക്ലീനാണ്. ഇടയ്ക്ക് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ചിലതൊക്കെ ഈ ഡസ്റ്റ്ബിന്നിൽ നിന്ന് പറന്നു വരുന്നതാണ്, കുറേയൊക്കെ ആൾക്കാർ കൊണ്ട് തട്ടും. ഫുൾദാ. അപ്പോൾ കുറേയധികം ക്രൈറ്റീരിയകൾ നോക്കിയിട്ടാണ് ഈ ബീച്ചിന് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടുത്തെ മറൈൻ എക്കോസിസ്റ്റത്തിൻ്റെ കാര്യം നോക്കിയിട്ടാണെങ്കിലും അതേപോലെ കുറേയധികം ക്രൈറ്റീരിയകൾ നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്നുള്ള അവാർഡ് കൊടുക്കുന്നത്. അതായത് ഇപ്പം ഈ ഒരു മറൈൻ എക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്ത്, അതേപോലെ നോ പ്ലാസ്റ്റിക് സോണ്, അതേപോലെ കുറേയധികം ക്രൈറ്റീരിയകൾ, വാഷ്റൂം ഫെസിലിറ്റീസ്, അതേപോലെ കുളിക്കാനുള്ള ഫെസിലിറ്റീസ്, ഫസ്റ്റ് എയ്ഡ്, ഹോസ്പിറ്റൽ, ലൈഫ് ഗാർഡ്, അങ്ങനെ കുറേയധികം ഫെസിലിറ്റി നോക്കിയിട്ടാണ് ഈ ഒരു ബീച്ചിന് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഇത് ഡെൻമാർക്ക് അസോസിയേഷനാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്, ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, വടമൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് അവിടെ വരെ 800 മീറ്റർ നമ്മൾ പറഞ്ഞ സംഭവം അതാണ്. ഇവിടുന്ന് അങ്ങറ്റം വരെ നമുക്ക് ഇറങ്ങാൻ പറ്റും. കൺസ്റ്റൻ്റായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് കുളിക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ചെക്കനെ കുറച്ച് നേരം ഒന്ന് ഇറക്കി വിടാം. അപ്പോൾ ഇതാ നമ്മളങ്ങനെ തിരിച്ച് ഇവിടെ എത്തിയേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏതൻ ബീച്ച് കേട്ടോ, ബ്ലൂ ഫ്ലാഗ് ബീച്ച്. അപ്പം പോണ്ടിച്ചേരി വന്നു കഴിഞ്ഞാൽ കുറേയധികം പ്ലേസ് ഉണ്ട് വിസിറ്റ് ചെയ്യാൻ. നിങ്ങൾ ഫുഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ വൈറ്റ് ടൗണിലോട്ട് പോകാം. കുറേ കൊളോണിയൽ ആർക്കിടെക്ചറും അതേപോലെ ഫ്രഞ്ച് കോളനിയും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ റോക്ക് ബീച്ചും നമ്മുടെ സ്വപ്നക്കൂടാണോ ആ മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു കഫേയും കാര്യങ്ങളൊക്കെ അവിടെയാണ്. കുറേ കഫേകളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ റോക്ക് ബീച്ചും കാര്യങ്ങളും എല്ലാം ആ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ അവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഇതേപോലെ വേറെ കുറേ കിടിലൻ സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ വേണമെങ്കിൽ ചെക്കനെ ഒന്ന് ഇറക്കിയിടാം കേട്ടോ. ഇവിടെ കുറച്ച് പുൽത്തകടി മാത്രമേ ഉള്ളൂ. അവനെ ഒന്ന് കളിക്കാൻ വിടാം. ഇനി നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബീച്ചിൽ വന്നിട്ട് അവനെ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തൊന്നും വേണ്ട. ഭയങ്കര വെയിലാണ്, എന്നാലും അവനെ ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. എനിക്ക് ബെൽറ്റ് ഒന്ന് ലൂസ് ആകട്ടെ. നൈസിന് നടന്ന് ബീച്ചിലോട്ട് പോകട്ടോ. ബീച്ചിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മണ്ണ് ഇവർ കണ്ണിലടിച്ച് കയറ്റും. ഭയങ്കരമായിട്ട് ഇപ്പം ആക്റ്റീവാകും, ഹൈപ്പർ ആക്റ്റീവായിട്ട്. സോ ഇവരുടെ കണ്ണ് നല്ല പ്രൊട്രൂഡിങ് ആയതുകൊണ്ട് അത് നല്ല ഡേഞ്ചറസ് ആണ്. എനിക്ക് നല്ല ടാസ്ക്കാണ്. പിന്നെ കൊണ്ടുപോയി കണ്ണ് തുറന്ന് പിടിച്ച് കഴിയണം. അതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇറക്കാത്തത് ബീച്ചിലോട്ട്. ഇങ്ങോട്ട് നൈസിന് അങ്ങോട്ടാണ് പോകുന്നത്. പയ്യെ കാല് പൊള്ളുന്നു കേട്ടോ. തിരിച്ചു പോരെ. ആ വെള്ളത്തിലൊക്കെ മീനെ കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. 2-3 മീൻ, 2-3 അല്ല കേട്ടോ, കുറേ മീനുകളുണ്ട്. ഇതോ കണ്ടോ, ഒരു ജെല്ലി ഫിഷ് പോകുന്നൊരു ജെല്ലി ഫിഷ് നീന്തി കാണുന്നടാ. ചെക്ക കണ്ടോ. ഈ ബീച്ചിൽ നിന്ന് നടന്ന് അങ്ങ് വരെ എത്താൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ സൈഡിലോട്ട് ഒതുങ്ങി നിന്ന് ഭയങ്കര വെയിൽ, രസമില്ല. ചെക്കൻ്റെ അടപ്പളവി കേട്ടോ. വേഗം എന്തായാലും വണ്ടിയിൽ എത്തട്ടെ. ഇപ്പം നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഫുൾ ചാർജ് ആയി കാണും. ഫോൺ പോക്കറ്റ് ഇരിക്കട്ടോ, എനിക്കിത് എടുക്കാനൊരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. എന്തായാലും ഫുൾ ചാർജ് ആയി കാണും, 90 ആയി കാണും.
നമുക്ക് പോവാം. നമ്മൾ കറക്റ്റ് എത്തുമ്പം കറക്റ്റ് ടൈമിലായിരിക്കും. റെഡിയാക്കാം. അതെ, ഇവിടെ കുറേ ഇതിലും മീനൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഫ്രൈ ചെയ്ത് തരും. കൊഞ്ചൊക്കെ ഉണ്ട്, കൊഞ്ച്, മീൻ, കുറേ മീൻ കേട്ടോ. കരിമീൻ നെട്ടോലിയൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ചേച്ചി 2 മുട്ട പുഴുങ്ങിയൊക്കെ കേട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പോഴും എല്ലാവരും അപ്പുറത്തെ സൈഡിലാണ് സ്റ്റോള്. அங்கே எல்லாம் ரிமூவ் பண்ணியாச்சല്ലേ? அங்க இருந்து எல்லாத்தையும் வெளில அனுப்பிட்டாங்க பாரு. ஓ, அதுதான் நீங்க போகும்போதே நான் சொன்னாங்க கடை இல்ல அப்படின்னு. இது நல்லா இருக்குல்ல? நல்லா இருக்கா? ഞങ്ങളെ பார்த்த உடனே புரியுதா? பார்த்த உடனே புரியுதா? நான் உங்களை பார்த்ததுமே அதுவும் உங்க செல்லத்தை பார்த்ததுமே நான் கண்டுபிடிச்சிட்டேன். ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാന്നുള്ള പരിപാടിയിലാട്ടോ. നമ്മുടെ വണ്ടി ചാർജിങ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. 78 ആയതേ ഉള്ളൂ. നമ്മൾ 90 വരെ കൊടുത്തേക്കുന്നു. നമ്മളിവിടെ എന്തായാലും ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാം. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. ഉച്ചയായില്ലേ, ഫുഡ് കഴിച്ച് എല്ലാം സെറ്റായി നമുക്ക് പിന്നെ നമുക്ക് വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പോണ്ടിച്ചേരിയിൽ നിന്ന് അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നമ്മൾ ചെറിയ ലേറ്റ് ആയതിൻ്റെ ഒരു ടെൻഷനുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? വില്ലുപുരം എന്ന് പറയുന്ന ഒരു ജില്ലയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മളൊരു കിടിലൊരു ലൊക്കേഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സീസണിൽ ആ വീഡിയോ കണ്ടതാണ്. ജിഞ്ചിക്കോട്ട എന്ന് പറയുന്ന ട്രോയ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അവിടെ കയറത്തില്ല. നമ്മൾ ഓൾറെഡി അവിടെ കഴിഞ്ഞ സീസണിൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ പോണ്ടിച്ചേരിയിലും നമ്മൾ ഓൾറെഡി കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ യാത്രയിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് പോണ്ടിച്ചേരിയിലാണ്, തമിഴ്നാട്ടിൽ തന്നെ വെച്ച് നോക്കും. അതുകൊണ്ട് നമ്മൾ വേറെ ലൊക്കേഷനിലോട്ടൊന്നും നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നില്ല. നമ്മളിവിടുന്ന് നേരെ വില്ലുപുരം പോവാണ്.